iPhone XR ഇപ്പോൾ 2023 വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവർക്ക് വേണ്ടി അതായത് ഈ iPhone XRന്റെ നല്ല ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് കണക്ക് തന്നെ ഇപ്പോഴത്തെ സമയത്ത് എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകൾ, അങ്ങനത്തെയുള്ള കാര്യത്തിനെ പറ്റിയാണ് ഈ വീഡിയോ. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട പ്രൈസിംഗ് ആണ്. അതും എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസിംഗ് ഒരു 20,000 റേഞ്ച് വരണം. അപ്പോൾ അങ്ങനത്തെ പ്രൈസിംഗ് വരാൻ നേരത്ത് അതിൽ വരുന്ന വേറെ കോമ്പറ്റീഷൻ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്തപ്പം iPhone XRന് മികച്ച് നിൽക്കുന്ന ഫീച്ചേഴ്സ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ, അതിനൊക്കെ തന്നെ വലിയ കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും അതിനൊക്കെ ഇപ്പോൾ പോരായ്മയായിട്ട് നിൽക്കുന്ന ഫീച്ചേഴ്സും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമുക്ക് തിരിച്ച് പറയുവാണെങ്കിൽ നമുക്കിതിനകത്ത് വരുന്ന നല്ല ഫീച്ചേഴ്സാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു സമയത്ത് നിങ്ങൾക്ക് XR നല്ലൊരു ഓപ്ഷൻ ആയിട്ട് തോന്നുമായിരിക്കും. അതിനൊക്കെ തന്നെ പോരായ്മയുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് നോക്കുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ ആദ്യമേ നമുക്ക് നല്ല കാര്യങ്ങൾ നോക്കാം. അതായത് ഈ ഫോൺ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനും ഇപ്പോഴും ഏറ്റവും നല്ലോണം തന്നെ നിൽക്കുകയാണ്. പ്രത്യേകിച്ചും എടുത്ത് പറയേണ്ട ബിൽഡ് ക്വാളിറ്റിയാണ്. അതായത് നമുക്കിവിടെ വന്നേക്കുന്നത് മെറ്റൽ ഫ്രെയിമും ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ്